രാവുകൾ പകലുകൾ അവൻ്റെ ലക്ഷ്മി വിളിക്കായി കാതോർത്തിരുന്ന നിമിഷങ്ങൾ. ഇപ്പോൾ പനി മാറി മിടുക്കിയായി. കരുണമാമ അവളുടെ തലമുടിയിൽ തഴുകി. കിടക്കാനായി റൂമിലേക്ക് നടന്നതും അയാളുടെ ഫോൺ റിങ് ചെയ്തു. ലക്ഷ്മി പെട്ടെന്ന് നിന്നു. അഫിയല്ല മോളെ. അവൾ ചമ്മലോടെ തലകുലുക്കി. കുഞ്ഞു പോയി കിടന്നു. ഇന്നിനി എന്തായാലും മോൻ വിളിക്കില്ല. അതെന്താ? ഇന്നത്തെ ദിവസം വിളിച്ചതേ ഇല്ലല്ലോ. ഉള്ളിലെ സങ്കടം അറിയാതെ പറഞ്ഞു പോയി. കരുണമാമ അവൾക്ക് അടുത്ത് വന്നു. ബിസിനസിൻ്റെ കാര്യത്തിന് പോയതല്ലേ മോളെ, സമയം കിട്ടിയിട്ടുണ്ടാവില്ല. ഇനി രാത്രി വിളിക്കുമെങ്കിലോ? ഈ ഫോൺ മോള് വെച്ചോ. അവൾ എതിർപ്പൊന്നും പറയാതെ ഫോൺ വാങ്ങി. ലൈറ്റ് അണച്ച് ഫോൺ ഓഫ് ചെയ്തും ഓൺ ചെയ്തും കിടന്നു. സാറെന്താ വിളിക്കാത്തെ? നാളെ കോടതിയിൽ പോകേണ്ടതാ. ഒരു വക്കീല് കൂടിയില്ല. എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ പറയണം. ആ മെമ്മറി കിട്ടിയിരുന്നേൽ ഉപകാരമായേനെ. അതും കൊണ്ടല്ലേ അഭിസാറ് പോയത്. ഇനി എന്ത് ചെയ്യും ദൈവമേ? ഒന്ന് വിളിച്ചു നോക്കിയാലോ? സമയം കടന്നുപോയി. സഹികെട്ട് അവന് കോൾ ചെയ്തു. പക്ഷേ കണക്റ്റ് ആവുന്നില്ല. രാവിലെ ഓറഞ്ച് നിറത്തിലുള്ള സിമ്പിൾ ഷിഫോൺ സാരിയും ചുറ്റി കയ്യിൽ ഒരു പേഴ്സ് മാത്രം എടുത്ത് അവൾ പുറത്തേക്ക് വന്നു. മോള് കോടതിയിലേക്കല്ലേ? ഞാനും വരട്ടെ? ഏയ് വേണ്ട മാമ, എന്നെ കൂട്ടാൻ ആരോ വരുമെന്ന് സാറ് പറഞ്ഞിരുന്നു. പെട്ടെന്ന് മുറ്റത്ത് ഒരു വണ്ടിയുടെ ഹോൺ ശബ്ദം. ആ, അവരെത്തി കുഞ്ഞെ, ഇനിയൊന്നും പേടിക്കണ്ട. അവൾ വേഗത്തിൽ ഉമ്മറത്തേക്ക് വരുമ്പോൾ അന്ന് കണ്ട ബ്ലൂ ജിപ്സി. അതിൽ നിന്നും 3 പേരിറങ്ങി. മാമയ്ക്ക് സുഖം തന്നെയല്ലേ? ഡ്രൈവിംഗ് സീറ്റിൽ നിന്നിറങ്ങിയ നല്ല ഉയരമുള്ള ഒരുവൻ കടുപ്പത്തിൽ ചോദിച്ചു. ആ, അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. നിങ്ങൾക്കെങ്ങനെ? കൊട്ടേഷനൊന്നും ഇല്ലേ? കരുണാകരൻ കുശലം ചോദിച്ചു. അവർ 3 ലക്ഷ്മിയെ രൂക്ഷമായി നോക്കി. 3 ദിവസമായിട്ട് അഫിസാർ പറഞ്ഞു ഏൽപ്പിച്ച പണിയായിരുന്നു. അതുകൊണ്ട് ശരീരം അനക്കാനൊന്നും പറ്റിയില്ല. വാ കൊച്ചേ, പോകാം, ഒരുവൻ പറഞ്ഞു. ലക്ഷ്മി പേടിയോടെ കരുണാകരൻ്റെ കയ്യിൽ പിടിച്ചു. അയ്യേ, മോള് പേടിച്ചോ? ഇത് അഭിമോൻ്റെ ഗുണ്ടകളാ. ചെറിയ ചീളു പണിക്ക് മോൻ ഇറങ്ങാറില്ല. ഇവരെയാ ഇറക്കാറ്. ബിസിനസ് അല്ലേ, പിന്നിൽ നിന്ന് കുത്താൻ ആൾക്കാർ ഒരുപാടുണ്ട്. ദേ, ആ പൊക്കം ഉള്ളത് ദാവീദ്, ആള് കേമനാ. പിന്നെ രണ്ടാമത്തേത് അൻവർ, മൂന്നാമൻ ജോസഫ്. അവര് കൂട്ടുകാരാ, വിശ്വസിക്കാം. ലക്ഷ്മി ജിപ്സിയിലേക്ക് കയറിയതും 2 പേരും അവൾക്ക് ഇരുവശത്തായിരുന്നു. പോകാം. ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് തല ചരിച്ച് ലക്ഷ്മിയെ നോക്കി ദാവീദ് ഗൗരവത്തിൽ ചോദിച്ചു. ആ, അവളിരുന്ന് വിറയ്ക്കുന്നു. എന്നാലും എൻ്റെ പെങ്ങളെ, ആ മഴയത്ത് ഒറ്റയ്ക്ക് നാട്ടിലേക്ക് പോകാൻ തോന്നിയല്ലോ? അത് ഈ വണ്ടി കണ്ടപ്പോൾ പേടിച്ചു. ഉപദ്രവിക്കാൻ വന്നവരാവും എന്ന് കരുതി. അവൾ തല താഴ്ത്തിയിരുന്നതും 3 ചിരിച്ചു. സാറ് നാട്ടിലില്ലാതിരുന്ന 2 ദിവസം ഞങ്ങൾ കൊച്ചിൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അറിഞ്ഞായിരുന്നോ? ഇല്ല. അവളിൽ ഞെട്ടലാണ്. സാറ് ലക്ഷ്മിയെ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടാ പോയത്. ഇത്രയും സുരക്ഷയുടെ വേലിക്കെട്ടുണ്ടായിട്ടും കൊച്ചു നേരെ അവൻ്റെ കയ്യിൽ ചെന്ന് ചാടിക്കൊടുത്തു. അവൾക്ക് ചിരി വന്നു. ചിരിച്ചോ? അവന്മാർ വീണ്ടും സംസാരിക്കുന്നു. അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ഒപ്പം നിൽക്കാൻ, രക്ഷിക്കാൻ ഒരുപാട് പേര്. ഇവർക്ക് ഞാൻ ആരുമല്ല. എന്നിട്ടും മനുഷ്യർ പലവിധമാണ്. തെമ്മാടിയുടെയും താന്തോന്നിയുടെയും മനസ്സിൽ നന്മയും സ്നേഹവും ഉണ്ട്. പക്ഷേ സൽഗുണസമ്പന്നന്മാരായി വേഷം കെട്ടി നടക്കുന്നവന്മാരുടെ പൊയ്മുഖം നമുക്ക് മനസ്സിലാക്കാനേ പറ്റില്ല. പെട്ടെന്ന് വണ്ടി ഒരു വലിയ ശബ്ദത്തോടെ നിന്നു. ദാവീദേ, ഇവന് 2 ദിവസം മുന്നേ കിട്ടിയതൊന്നും പോരാന്ന് തോന്നുന്നു. ലക്ഷ്മി ഇരുന്ന് ഞെളിപിരി കൊള്ളുന്നുണ്ട്. കൊച്ചു പേടിക്കണ്ട, 9:30 തന്നെ നമ്മൾ കോടതിയിലെത്തും. മുന്നിലെ വണ്ടിയിൽ നിന്നും 4-5 ഗുണ്ടകൾ ഇറങ്ങി. ഇക്ക, അവനില്ല. ലക്ഷ്മി കണ്ണും മിഴിച്ച് പുറത്തെ കാഴ്ചകൾ നോക്കിയിരുന്നു. നിമിഷ നേരം കൊണ്ട് ഓരോന്നിനെ അടിച്ച് ഇഞ്ചപ്പരുവാക്കി. അവർ 3 ജിപ്സിയിലേക്ക് ചാടി കയറി. അത്ര പോരാ, 3 ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്. ലക്ഷ്മി അവരെ നോക്കി പുഞ്ചിരിച്ചു. കോടതിയിലേക്ക് കയറുമ്പോൾ അവൾക്കൊപ്പം അവരും ഉണ്ടായിരുന്നു. ലക്ഷ്മിയല്ലേ? മുന്നിൽ വന്നു നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, വക്കീലാണ്. അവൾ തലകുലുക്കി. നൈസ് ടു മീറ്റ് യു, ഐ ആം സൂര്യനാരായണൻ. കുട്ടിയുടെ വക്കീലാണ്. അവൾ അയാളെ സംശയത്തിൽ നോക്കി. തലചരിച്ച് അവർ 3 പേരെയും. ഞാനും അഭിമന്യുവും അഥർവും ഒരുമിച്ച് പഠിച്ചതാ, 10th വരെ. പിന്നെ അവൻ സ്റ്റേറ്റ്സിലേക്ക് പോയി. അഥർവായിരുന്നു പിന്നീടുള്ള കൂട്ട്. അഭിമന്യു എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടേയില്ല. പക്ഷേ 2 ദിവസം മുന്നേ രാത്രി എന്നെ വിളിച്ചിരുന്നു. പിറ്റേന്ന് രാവിലെ അവൻ പോകുന്നതിന് മുന്നേ ഞങ്ങൾ മീറ്റ് ചെയ്തു. ഈ കേസ് എന്നെ ഏൽപ്പിച്ചു.
ആ നിമിഷം അവനെ ഒന്ന് കാണാൻ, ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാൻ, ആ മുഖത്ത് ചുംബിക്കാൻ വല്ലാത്ത ആഗ്രഹം തോന്നിപ്പോയി. ഒന്നും അങ്ങോട്ട് പറയാതെ എല്ലാം തനിക്കായി. കേസിൽ യാദവിന് വേണ്ടി ഹാജരായത് സ്മിത മാഡമാണ്. ലക്ഷ്മി അവരെ അറപ്പോടെ നോക്കി. സൂര്യനാരായണനെ കണ്ടതും സ്മിതയ്ക്ക് ഒരു വിറയലായിരുന്നു. തിരക്കുകളുള്ള പേരുകേട്ട വക്കീലാണവൻ. ലക്ഷ്മി എന്ന ഒന്നുമല്ലാത്ത പെണ്ണിന് വേണ്ടി ഇവൻ എങ്ങനെ വന്നു? അതായിരുന്നു സ്മിതയുടെ സംശയം. കേസിലെ തെളിവുകൾ പരിശോധിച്ച ശേഷമുള്ള ജഡ്ജിയുടെ നോട്ടം താങ്ങാൻ കഴിയാതെ യാദവിൻ്റെ കണ്ണുകൾ ഒരു നിമിഷം അടഞ്ഞുപോയി. ഒരു പാവം പെണ്ണിനെ അതിസമർത്ഥമായി വഞ്ചിച്ചവനിൽ നിന്ന് ഡിവോഴ്സിനുള്ള തീർപ്പ് വന്നു. താങ്ക്സ്, ലക്ഷ്മി പറഞ്ഞു. സൂര്യനാരായണൻ അവളെ അടിമുടി നോക്കി. യു ആർ ലക്കി, അത്രമാത്രമേ അവൻ പറഞ്ഞുള്ളൂ. യെസ്, രാവണൻ. അവളുടെ ഹൃദയവും മന്ത്രിച്ചു. തിരിഞ്ഞ് കോടതി വരാന്തയിലൂടെ നടക്കുമ്പോൾ കണ്ണുകൾ ഒപ്പം കൂട്ടുവന്ന 3 പേർക്കായി പരതി. എന്നെ ഒറ്റയ്ക്കാക്കി പോയോ ഇവര്? പെട്ടെന്ന് മുന്നിലേക്ക് വരുന്ന യാദവും താരയും. ലക്ഷ്മി അവനെ കൂർപ്പിച്ച് നോക്കി. ധൈര്യത്തോടെ നിന്നു. ഓഹ്, പെണ്ണിൻ്റെ ഒരു ചാട്ടം നോക്കണേ ബേബി. വലിയ ബിസിനസ്സുകാരന് മുന്നിൽ. ബാക്കി പറയാൻ സമ്മതിക്കാതെ താരയുടെ കവിളിൽ അവൾ ആഞ്ഞടിച്ചു. നിന്നെയും ഇവനെയും പോലെ അല്ല എല്ലാവരും. നാണം കെട്ട ജന്മങ്ങൾ. ഛേ, ഒരു പിടി കയറ് ഞാൻ വാങ്ങിത്തരാം. യാദവ് അവളുടെ മുഖത്തേക്ക് നോക്കി കുടിലതയോടെ ചിരിച്ചു. ഇവിടെ നീ വിജയിച്ചു. പക്ഷേ അവൻ ഫോൺ കയ്യിലിട്ട് കറക്കി. ലക്ഷ്മിയുടെ നെഞ്ചിൽ ഒരാന്തലായിരുന്നു. മറ്റുള്ളവരെ പോലെ തന്നെയും അവൾക്ക് നേരെ നീണ്ടുവരുന്ന ഫോണിലേക്ക് ഒരു നിമിഷമേ നോക്കാൻ കഴിഞ്ഞുള്ളൂ. ശരീരം ഉരുകിയിറങ്ങും പോലെ തോന്നിപ്പോയി. കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു. നീയും ഞാനും, നമ്മുടെ പ്രണയവും എങ്ങനെയുണ്ട്? നല്ല ഭംഗിയുണ്ടല്ലേ? പാവം മാധവൻ, നിന്റെ അച്ഛനും അനിയനും ഇതൊക്കെ കണ്ടാൽ എങ്ങനെ ഇരിക്കും? നാട്ടുകാർ കാണും. ഷോ, എനിക്ക് വയ്യ. അവൻ ചുണ്ട് കടിച്ചു പിടിച്ച് ചിരിക്കുന്നു. ഇനി നീയും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല. പക്ഷേ ഞാൻ പറയുന്ന ഇടത്ത് നീ വരും. ഇല്ലേൽ അറിയാലോ. അവൾ ദേഷ്യത്തിൽ അവൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു. അവനത് ഉയർത്തി പിടിച്ചു. അത്രയ്ക്ക് ധൈര്യമോ? എന്നാ ഈ ഫോൺ നീ സ്വന്തമാക്കുന്നത് എനിക്കൊന്ന് കാണണം. അവൾ സങ്കടത്തോടെ ചുറ്റിനു നോക്കി. ഇവർ 3 എവിടെയാ പോയേ? ഒരത്യാവശ്യത്തിന് ആരും വരില്ല. അങ്ങ് അകലെ നിന്ന് വരുന്ന രൂപം. ഇരുട്ടിലും തനിക്ക് പരിചിതമുള്ള ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് മനസ്സ് പറയുന്ന ആൾ. രാവണൻ. ചുണ്ടിലെ ചിരിയിൽ പോലും ഇഷ്ടം മാത്രം. ബ്ലൂ ജീനും വൈറ്റ് ഫുൾ സ്ലീവ് ടീഷർട്ടുമാണ് വേഷം. പാൻറ്റിൻ്റെ പോക്കറ്റിൽ കൈ കടത്തി കണ്ണിൽ കൂളിംഗ് ഗ്ലാസും വെച്ച് സ്ലോ മോഷനിൽ നടന്നു വരുന്നുണ്ട് അഭിമന്യു. എന്താ ലക്ഷ്മി, ഹാപ്പി അല്ലേ? കൂളിംഗ് ഗ്ലാസ് ഊരി മാറ്റി അവളെ ആകെ മൊത്തം ഒന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു. സാർ. വിങ്ങി പൊട്ടുന്നുണ്ട് സീതാലക്ഷ്മി. എന്താടി? ഇടുപ്പിൽ അമർത്തി പിടിച്ച് തന്നിലേക്ക് ചേർക്കുമ്പോൾ അവളിൽ വല്ലാത്തൊരഹങ്കാരം വന്ന് നിറഞ്ഞു. കണ്ണിൽ അഗ്നി കത്തിയെരിഞ്ഞു. താരയെ നോക്കി പരിഹാസത്തോടെ ചിരിച്ചു. അഭിമന്യു യാദവിൻ്റെ കയ്യിലിരിക്കുന്ന ഫോണിലേക്ക് നോക്കി. എന്താടാ നീ സിനിമാ പിടുത്തവും തുടങ്ങിയോ? ആ, ഇപ്പോൾ സിനിമ പിടിക്കാൻ ക്യാമറയൊന്നും വേണ്ട. വില കുറഞ്ഞ ഫോണിൽ തന്നെ ക്യാമറയ്ക്ക് എന്നാ ഒരു ക്ലാരിറ്റിയാ. യാദവ് ലക്ഷ്മിയെയും അഭിയെയും മാറി മാറി നോക്കുന്നുണ്ട്. കാണിച്ചു കൊടുക്കു ബേബി. ചെക്കൻ കണ്ടതാവും, എന്നാലും ഒന്നുകൂടി കാണുമ്പോൾ ഒരു മനസുഖം കിട്ടിയാലോ? ലക്ഷ്മി നിന്ന് വിറയ്ക്കുന്നു. അഭിമന്യു തല താഴ്ത്തി. സീത. അവൾ കണ്ണുകൾ ഉയർത്തി. വേണ്ട. അവൻ കണ്ടാൽ അത് വേദനയാണ്. പൊട്ടിപ്പോയിരുന്നു അവളുടെ ഹൃദയം. പതിയെ സാരി താഴ്ത്തി നഗ്നമായ ഇടുപ്പിൽ അമർത്തി പിടിച്ചു. ലക്ഷ്മി അവനെ മിഴിച്ചു നോക്കി. അഫി ചുണ്ട് കൂർപ്പിച്ചു. ഇങ്ങ് തന്നെ, ഞാനൊന്ന് നോക്കിയിട്ട് പറയാം മനസുഖം കിട്ടിയോ ഇല്ലയോ എന്ന്. യാദവിൻ്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി ഒരു ചിരിയോടെ അതിലേക്ക് നോക്കി നിന്നു. ലക്ഷ്മി അവൻ്റെ ടീഷർട്ടിൽ അള്ളി പിടിക്കുന്നുണ്ട്. അഫി. അന്ന് ആദ്യമായി അവളുടെ വിളി അവനെ തേടിയെത്തി. അവൻ ഒന്നുകൂടി അവളെ വാരി പിടിച്ചു, നെഞ്ചിലേക്ക് ചേർത്തു. കണ്ണുകൾ യാദവിൽ തന്നെ തറച്ചു നിന്നു. പറയാൻ എനിക്ക് വാക്കുകളില്ല. രക്തം ഇങ്ങനെ ചൂട് പിടിച്ച് തിളച്ചു മറിയുക. പക്ഷേ ഇത് കോടതിയല്ലേ. ചന്ത പിള്ളേരെ പോലെ അടി കൂടാൻ പറ്റില്ലല്ലോ. നമ്മൾ അല്ല, ഞാൻ അതിനെ ബഹുമാനിക്കുന്നു. ഇപ്പോൾ ഞാൻ കണ്ടത് എനിക്കൊന്നും തോന്നിയില്ല. നിന്നോട് വെറുപ്പ് തോന്നുന്നു.
അഫി ആ ഫോൺ കയ്യിൽ വെച്ച് ഞെരിച്ചു. എടാ എൻ്റെ ഫോൺ! യാദവ് അവൻ്റെ കയ്യിൽ പിടിക്കാൻ ഒരുങ്ങി. തൊട്ടു പോവരുത്, അഫിയുടെ കടുത്ത വാക്ക്. ഇത് ഇനി നിനക്ക് വേണ്ട. ധൈര്യമുണ്ടേൽ എല്ലാവരെയും കാണിക്ക്. അവൾക്ക് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. ലക്ഷ്മി അവളെ തന്നിൽ നിന്നും അകത്തി മാറ്റി. താഴ്ന്ന മുഖം പിടിച്ചുയർത്തി. കാറിൻ്റെ കീ പോയിരിക്ക്. സാർ. ചെല്ല്, ഗൗരവത്തിൽ പറഞ്ഞ് കണ്ണുകൾ കൂർത്തു. ഒന്ന് മൂളിക്കൊണ്ട് കാറിൻ്റെ കീയും പിടിച്ച് തിരികെ നടന്നു. അഫി അവളെ തന്നെ നോക്കി നിന്നു. ഇതിലും കൂടിയത് നീ കാണിച്ചാലും ഞാൻ അവളെ വിട്ടു പോകില്ല. കാരണം ഞാനും അത്ര പരിശുദ്ധനൊന്നുമല്ല. അഫി താരയെ നോക്കി പുഞ്ചിരിച്ചു. വല്ലാത്ത തൊലിക്കട്ടിയാണ് മോനെ നിനക്ക്. യാദവിൻ്റെ ഷർട്ടിൽ പിടിച്ച് വലിച്ചു തന്നിലേക്ക് അടുപ്പിച്ചു. ഒരു പാവം പെണ്ണിനെ കൂടെ കൂട്ടി ഇത്രയും വൃത്തികേടുകൾ ചെയ്ത നിന്നേക്കാൾ അന്തസ്സുണ്ട് എനിക്ക്. കാരണം ഞാൻ വിവാഹമെന്ന ഉടമ്പടിയിൽ ഒപ്പുവെക്കാതെ പറന്നു നടന്നു. ഒരുത്തിയെയും വഞ്ചിച്ചിട്ടുമില്ല. പക്ഷേ ഇനി പറക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. സീതാലക്ഷ്മി അവളെ എനിക്ക് വേണം. കണ്ടവൻ്റെ ഉച്ചിഷ്ടമായിരിക്കും നിനക്കിഷ്ടം, പക്ഷേ നടക്കില്ല. തടയും ഞാൻ, യാദവ് പറഞ്ഞു. തടഞ്ഞോ? നോ പ്രോബ്ലം. ഇത് അഭിമന്യു ആണേൽ ഏതു മാർഗം സ്വീകരിച്ചിട്ടാണേലും അവൾ എൻ്റെ ഭാര്യയായി എൻ്റെ വീട്ടിൽ, എൻ്റെ ബെഡ്റൂമിൽ, എൻ്റെ ബെഡിൽ, ദേ ഇവിടെ എൻ്റെ നെഞ്ചിൽ കിടക്കും. യാദവ് ബെരുകിനെ പോലെ പെരുകുന്നുണ്ട്. നീ പുറത്തേക്ക് വാ. വർമ്മ ഗ്രൂപ്പ്സിൻ്റെ MD-യുടെ ഇരുമുഖം നിനക്ക് കാണാം. അഫി താരയ്ക്കടുത്തേക്ക് ചേർന്ന് നിന്നു. എന്തേലും കൊടുത്ത് ഒന്ന് ഉഷാറാക്കി എടുത്തോ, ഇല്ലേൽ താങ്ങത്തില്ല. അവൻ നടന്ന് അകലുന്നത് നോക്കി താര നിന്നു. സൂപ്പർ! എന്താ ഒരു ഡയലോഗ്! അവളുടെ കണ്ണിൽ അവനോട് ഒരു മോഹം തെളിഞ്ഞു കാണാം. യാദവ് താരയുടെ കഴുത്തിൽ മുറുകെ പിടിച്ചു. യു ബേബി! അവൾ പിടച്ചിലോടെ അകന്നു മാറി. എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. അവളെ എന്ത് ചെയ്യാനാ നിന്റെ പ്ലാൻ? കൊല്ലണം. അഭിമന്യു കണ്ണൊന്നടയ്ക്കുന്ന നിമിഷം സീതാലക്ഷ്മി തീരും. അഫി കാറിലേക്ക് കയറി അവൾക്ക് അടുത്തേക്ക് ചേർന്നിരുന്നു. ലക്ഷ്മി മിഴികൾ ഉയർത്തി. ഛേ, എന്തിനാടി ഇങ്ങനെ കരയുന്നേ? അവൻ്റെ ശബ്ദത്തിൽ പോലും ആർദ്രത. ഞാൻ മരിക്കാൻ തോന്നുന്നു. അവൻ ആ ചുണ്ടിന്മേൽ വിരൽ വെച്ചു. ഞാനൊന്നും കണ്ടില്ല, നോക്കിയില്ല, സത്യം. അവളുടെ കയ്യിൽ കൈ ചേർത്തു. വിരലുകൾ കടത്തി കൊരുത്തു പിടിച്ചു. ഇപ്പോഴാണ് എനിക്ക് നിന്നോട് ഇഷ്ടം കൂടുന്നത്. ഞൊടിയിടയിൽ അവളുടെ സീറ്റ് ചെറുതായി താഴ്ന്നു. അവൾ ശ്വാസം ആഞ്ഞു വലിച്ചു. ഐ നീഡ് എ കിസ്. അവൻ്റെ മുഖത്തേക്ക് പരവേശത്തോടെ നോക്കി. ആ കണ്ണുകൾ തൻ്റെ ചുണ്ടിലാണ് സ്ഥാനം പിടിച്ചിരിക്കുന്നത്. ലക്ഷ്മിയുടെ അതരങ്ങൾ അകന്നു മാറി. കണ്ണുകൾ അടഞ്ഞു. അവൻ്റെ വിരൽ മൂക്കിൻ തുമ്പിൽ കൂടി മേൽചുണ്ടിലൂടെ താഴേക്ക് ചലിക്കുന്നു. പെട്ടെന്ന് കഴുത്തിടുക്കിൽ ആ മുഖം അമർന്നു. ലക്ഷ്മി കോരി തരിച്ചുപോയി. ഐ ലൈക്ക് ദിസ്. ഈ ശംഖ് പോലുള്ള നീണ്ട കഴുത്ത് എന്തു ഭംഗിയാന്നറിയോ? ലക്ഷ്മി പുഞ്ചിരിച്ചു. നിമിഷങ്ങളോളം അവൻ അതുപോലെ കിടന്നു. സാർ. അവന് ഒരനക്കവുമില്ല. അഭിമന്യു, അവൾ വിളിച്ചു. തല പതിയെ ഉയർത്തി. എന്താ? പോകാം, അവൾ ചോദിച്ചു. എവിടേക്ക്? അത് ലക്ഷ്മി വിക്കുന്നു. എവിടേക്കാണേലും വരാൻ നീ തയ്യാറാണോ? അഭി ചോദിച്ചു. വരാം. കാറ് വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുന്നു. അവനിലെ പ്രണയത്തെ കാമത്തോടെ മാത്രം നോക്കി കാണാനാണ് ലക്ഷ്മിക്ക് ആ നിമിഷങ്ങളിൽ തോന്നിപ്പോയത്. ചെയ്തു തന്ന ഉപകാരങ്ങൾക്ക് തിരികെ അവൻ പ്രതീക്ഷിക്കുന്നത് തന്നെ കൊടുക്കാം. ലക്ഷ്മിക്ക് എല്ലാം നഷ്ടമായതാ. കടൽ തീരത്തിന് കുറച്ചു മാറിയുള്ള ഹോട്ടലിന് മുന്നിൽ കാറ് പാർക്ക് ചെയ്തു. അവൾ സംശയത്തിലിരുന്നു. തല താഴ്ന്നു. ഇറങ്ങുന്നില്ലേ നീ? പറഞ്ഞാൽ വാക്ക് പാലിക്കണം കേട്ടോ ലക്ഷ്മി. അവൾ പെട്ടെന്ന് തന്നെ ഡോർ തുറന്നിറങ്ങി. പിന്നാലെ അഫിയും. വാ. അവളുടെ കൈയും പിടിച്ച് ആ പൊരി വെയിലത്ത് കടൽ തീരത്തിലേക്ക് നടന്നു. വെയിലായതുകൊണ്ട് തന്നെ അവിടെ ആരുമില്ല. സാർ. കൊല്ലാനൊന്നുമല്ല. പോക്കറ്റിലിരുന്ന ഫോൺ ലക്ഷ്മിക്ക് നേരെ നീട്ടി. കളഞ്ഞേക്ക്. ഇനി ഇതിൻ്റെ പേരിൽ അവൻ നിന്റെ പിന്നാലെ വരില്ല. ആരും കാണുകയുമില്ല. എങ്ങനെ? യാദവിൻ്റെ കയ്യിൽ ഇതിൻ്റെ വേറെ കാണുമായിരിക്കും. പക്ഷേ ഞാനുണ്ടാകും. ആര് എന്ത് വേണേലും പറഞ്ഞോട്ടെ, അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ആർത്തിരമ്പുന്ന തിരമാലകൾ അതിനെ സ്വന്തമാക്കിക്കൊണ്ട് തിരികെ മടങ്ങുന്നത് നോക്കി നിന്നു. റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡും കഴിച്ച് വീട്ടിലേക്ക് തിരിച്ചു.
ലക്ഷ്മിയും അഫിയും വരുമ്പോൾ കരുണാകരൻ പറമ്പിലെ പുല്ലും മറ്റും ചെത്തി വൃത്തിയാക്കുന്നു. ആ മോൻ വന്നോ? ഇന്നലെ കുഞ്ഞിന് നല്ല സങ്കടമായിരുന്നു. അവൾ പെട്ടെന്ന് അകത്തേക്ക് കയറി. അവൻ പിന്നാലെ വരുമെന്നറിയാം. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ലക്ഷ്മി, നമുക്ക് പോയാലോ? ഈ സാരിയിൽ സീതാലക്ഷ്മി എന്ത് സുന്ദരിയാ. അവൻ്റെ റൂമിലേക്കാണ് ക്ഷണം. ലക്ഷ്മി വിറങ്ങലിച്ചു പോയി. ഒന്ന് കുനിഞ്ഞ് അവളെ കയ്യിൽ വാരിയെടുക്കുമ്പോഴും എതിരൊന്നും പറയാൻ കഴിയുന്നില്ല. അഭിമന്യുവിനെ അറിയാൻ നീ ആഗ്രഹിക്കും. അവൻ അന്ന് പറഞ്ഞത് ഓർമ്മയിലേക്ക് വന്നു. ശരിയാണ്, ഇവനെ അറിയാൻ ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ തെറ്റാണ്. അച്ഛൻ, സിദ്ധൂട്ടൻ, എല്ലാവരെയും മറന്ന് സീതാലക്ഷ്മി സ്റ്റെപ്പുകൾ കയറുന്നവനെ നോക്കിക്കിടന്നു. കണ്ണിൽ എന്തോ വന്ന് മൂടിയതുപോലെ. അവൻ അവളെ നെഞ്ചിലേക്ക് അമർത്തുമ്പോൾ ലക്ഷ്മി പുഞ്ചിരിച്ചു. ഇഷ്ടമാണ്. അന്ന് ആ മഴയിൽ ഇതിനുള്ളിലെ ചൂട് ഞാൻ തൊട്ടറിഞ്ഞതാണ്. ബെഡിലേക്ക് കിടത്തിയതും അവൾ പിടച്ചുപോയി. അവൻ ഷർട്ടൂരി മാറ്റുമ്പോൾ അവൾ എഴുന്നേൽക്കാതെ ആ കിടപ്പാണ്. അഫി പ്രതീക്ഷിച്ചത് ഇതായിരുന്നില്ല. അവൾക്കടുത്ത് ചേർന്ന് കിടക്കുമ്പോഴും അവൻ്റെ സീത മൗനം പാലിച്ചു. അഭിമന്യുവിന് വേദനയാണ് തോന്നിയത്. എന്തിനാടി ഇങ്ങനെ? എൻ്റെ ഝാൻസി റാണിക്ക് എന്താ പറ്റിയേ? ആ വാശി എവിടെ? അവൻ്റെ ചോദ്യം. ആ പെണ്ണിൻ്റെ കണ്ണുകൾ അണപൊട്ടി ഒഴുകുന്നുണ്ട്. അവൾക്ക് മേലെ ഇരു കൈയും കുത്തി ആ ദേഹത്തേക്ക് സ്പർശിക്കാതെ ലക്ഷ്മിയുടെ കണ്ണിലേക്ക് നോക്കി. നിന്റെ മനസ്സിലുള്ളത് തെറ്റായ ചിന്തകളാ. തികച്ചും ശരിയല്ല. അഭിമന്യുവിന് തല താഴ്ത്തി നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. അവളുടെ കണ്ണുകൾ വിടർന്നു പോയി. ചുണ്ടിൽ തന്നത് അറിഞ്ഞിരുന്നില്ല. പക്ഷേ ഇത് പ്രതീക്ഷിച്ചില്ല. സന്തോഷത്തോടെ ലക്ഷ്മി കണ്ണുകൾ അടച്ചു. ലവ് യു ഝാൻസി റാണി. ലക്ഷ്മി, നിന്റെ അഥർവ് സാറ് എന്തു പറഞ്ഞു? അവളുടെ കൂറുത്ത നോട്ടം. അഭിമന്യുവിനൊപ്പം അവനുമുണ്ടാകും എന്ന് പറഞ്ഞു അല്ലേ? ആ, എന്തിനാ എൻ്റെ അഥർവ് എന്ന്? എനിക്ക് ഞാൻ ചുമ്മാ. അവനെ ബുക്കിംഗ് ആണ്. കീർത്തന അയർലൻഡിൽ ഡോക്ടറിന് പഠിക്കുന്നു. ഞങ്ങളുടെ കളിക്കൂട്ടുകാരി. പക്ഷേ ഞാനുമായി അവൾ യോജിച്ചു പോകില്ല. ഡാഡിയാണ് കീർത്തനയെ പഠിപ്പിച്ചത്. ഇപ്പം പഠിപ്പിക്കുന്നത് അവനും. അവൾ പുഞ്ചിരിച്ചു. അഫി ചരിഞ്ഞു കിടന്നു ലക്ഷ്മിയെ നോക്കി. നിന്റെ സൗന്ദര്യം അതിന് വല്ലാത്ത ശക്തിയാണ് കേട്ടോ. എന്നെ മയക്കുന്നു. തലമുടിയിൽ അവൻ്റെ വിരലുകൾ ഒഴുകി നടക്കുന്നു. അവളുടെ കണ്ണുകൾ അടഞ്ഞുപോയി.